ജയറാമിനെതിരെ തുറന്നടിച്ച് നടി ഉഷ ഹസീന. കൂടെയുണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ജയറാമിന്റെ മകനെ സിനിമ തന്റെ സഹോദരൻ പ്രൊഡ്യൂസ് ചെയ്തെന്നും സിനിമ പരാജയപ്പെട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഉഷ പ്രതികരിക്കുന്നു. ജയറാമിന് ആടുപുലിയാട്ടം എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് റീ എൻട്രി കൊടുത്ത ആളാണ് എന്റെ ബ്രദറും പ്രൊഡ്യൂസറുമായ ഹസീബ്. സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. ഹസീബുമായിട്ട് നല്ല ബന്ധമായിരുന്നു ജയറാം. ജയറാം എപ്പോഴും വീട്ടിൽ വരും, നിരന്തരം ഫോൺ ചെയ്യും. അവർ ഭയങ്കര കമ്പനിയായിരുന്നു. ജയറാമിന്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണെന്നൊക്കെ. ജയറാം ഒരു വെറും ഫേക്കായിട്ടുള്ള ആളാണ്. ആ കാണിക്കുന്ന വിനയമൊന്നും ശരിയല്ല. ഹസീബെ, ജയറാമിനെ വിശ്വസിക്കരുതെന്നും ഹസീബിനോടും ഹസീബിൻ്റെ ഭാര്യയോടും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ അവർ അന്ധമായി ജയറാമിനെ വിശ്വസിച്ചു. കാളിദാസൻ്റെ സിനിമ വേറെ ആരോ ചെയ്യാനിരുന്നതാണ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അവരിട്ടിട്ട് പോയതാ. അത് ഹസീബിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. തട്ടുകേട് വന്നാൽ ഞാനുണ്ട്, അതിൻ്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് വാക്കു പറഞ്ഞുകൊണ്ടാണ് ഹസീബ പ്രൊജക്റ്റിന് വേണ്ടി ഇറങ്ങിയത്. എൻ്റെ ഭർത്താവും എൻ്റെ ഇളയ സഹോദരനും പറഞ്ഞതാ, ഹസീബെ, പോയ പൈസ പോയി, ഇതുമായി മുന്നോട്ട് പോകരുത്, അത് വിട്ടേക്കെന്ന്. പക്ഷേ ജയറാമേട്ടൻ എൻ്റെ കൂടെ നിൽക്കും, എനിക്ക് ജയറാമേട്ടൻ ധൈര്യം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആ പടം പൂർത്തിയാക്കി വലിയ ബഡ്ജറ്റ് ചെയ്ത് സിനിമ പരാജയപ്പെട്ടു. ഹസീബിന് സാമ്പത്തിക ബാധ്യതകൾ വന്നു. അവൻ മാനസികമായി തളർന്നു. പിന്നീട് അവന് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നിട്ട് മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. കീഹോൾ സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. അതെല്ലാം മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ജയറാം മാത്രം അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള സകല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. നിരന്തരം ജയറാം വിളിച്ചുകൊണ്ടിരുന്ന ആളാ. ഈ സിനിമ പരാജയപ്പെട്ടിട്ട് പോലും എന്താണെന്ന് ചോദിച്ചിട്ടില്ല. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം മകളുടെ കല്യാണത്തിന് ജയറാം വിളിക്കുന്നത്. അന്ന് വിളിച്ചപ്പോൾ അയ്യോ എന്തു പറ്റിയെന്ന് ചോദിച്ചു. പിന്നീട് വാട്സപ്പ് മെസ്സേജ് അയച്ചു. ഞാനുണ്ട്, എൻ്റെ വാക്കു കേട്ടിട്ടാണ് ഞാൻ എപ്പോഴും കണ്ണനോട് പറയും, 10 ദിവസത്തിനകം വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇന്ന് വരെ വന്നിട്ടില്ല, ഉഷ പറയുന്നു.